പൊങ്കാല പുണ്യം നുകർന്ന ശേഷവും ദർശനത്തിനായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. രാത്രി 7:30 കുത്തിയോട്ട ചടങ്ങ് ആരംഭിച്ചു. നാളെ രാത്രി ദേവിയുടെ കാപ്പഴിക്കുന്നതോടെ ആറ്റുകാൽ ഉത്സവത്തിന് സമാപനമാകും. തിരുവനന്തപുരത്ത് നിന്നും KB ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റുകാൽ ഭക്തിസാന്ദ്രമാണ്. ഈ നിമിഷങ്ങളിലുമെല്ലാം തന്നെ പൊങ്കാല സമർപ്പണത്തിൻ്റെ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ദേവിയെ ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇപ്പോൾ കുത്തിയോട്ട ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. 665 കുത്തിയോട്ട ബാലന്മാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും 7 ദിവസങ്ങൾ പൂർത്തിയാക്കി 1008 നമസ്കാരങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഈ കുത്തിയോട്ട ചടങ്ങിൽ ബാലന്മാർ പങ്കെടുക്കുകയും ചെയ്യുന്നത്. മഹിഷാസുരമർദ്ദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരായിട്ട് ഇവർ ചൂരൽക്കുത്തിലടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഈ ചൂരൽക്കുത്തിന് ശേഷം ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിൽ കുത്തിയോട്ട ബാലന്മാർ അനുഗമിക്കും. തുടർന്ന് പുറത്തെഴുന്നള്ളത്തിന് ശേഷം കുത്തിയോട്ട ബാലന്മാർ തിരികെ മടങ്ങുകയും ചെയ്യുന്നു. ഇതിനുശേഷം നാളെ പുലർച്ചയോടുമായിരിക്കും ദേവി തിരികെ മടങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തുക. തുടർന്ന് കാപ്പ് അഴിച്ചുവയ്ക്കൽ ചടങ്ങ് പിന്നീട് നാളെ രാത്രി 12 മണിയോടെ ഗുരുതി സമർപ്പണത്തോടു കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിനുള്ള പരിസമാപ്തിയിലേക്ക് പോകുന്നത്. എന്തായാലും ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും ആറ്റുകാൽ ഇപ്പോഴും ഭക്തിസാന്ദ്രമാണെന്ന് പറയുന്നു. ഭക്തിസാഗരമായ നിമിഷങ്ങൾ. പൊങ്കാല സമർപ്പണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് നീണ്ട നിര തന്നെയാണ്. ദർശനത്തിനായി എത്തുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ അനുഭവപ്പെടുന്നു. അതിനിടയിലാണ് കുത്തിയോട്ട ചടങ്ങുകളുമെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പുറത്തെഴുന്നള്ളിക്കൽ ചടങ്ങുകൾ നടക്കും. പുറത്തെഴുന്നള്ളിക്കൽ ചടങ്ങിനെ ദേവിയുടെ ദാസന്മാരായിട്ട് കുത്തിയോട്ട ബാലന്മാർ പങ്കെടുക്കുകയും ചെയ്യും. ഏകദേശം 665ഓളം കുത്തിയോട്ട ബാലന്മാരാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. 7 ദിവസങ്ങൾ കൊണ്ട് ദേവിയുടെ നടയിലിരുന്ന് 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ ചടങ്ങുകളിലെല്ലാം തന്നെ കുത്തിയോട്ട ബാലന്മാർ പങ്കെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നാളെ വൈകിട്ടോട് 12 മണിയോടുകൂടി തന്നെ രാത്രിയോട് ഗുരുതി സമർപ്പണത്തോടു കൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അർപ്പിച്ച് ഓരോ ഭക്തരും വീടുകളിലേക്ക് മടങ്ങുന്ന സാഹചര്യം. ആ മടങ്ങുന്ന സാഹചര്യത്തിലും പരിസരത്തും ക്ഷേത്രത്തിലും നഗരത്തിലുമുള്ളവരെല്ലാം തന്നെയാണ് ഇങ്ങോട്ടേക്ക് ദേവീ ദർശനത്തിനായി എഴുന്നള്ളുന്നത്. ഈ മണിക്കൂറുകളിലുമെല്ലാം തന്നെ ആറ്റുകാൽ പരിസരവും ക്ഷേത്രവും ഭക്തിസാന്ദ്രമാണ്.